ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ളോഗ്. അപ്പോൾ 2-3 ദിവസമായിട്ട് നമുക്ക് കുറച്ച് ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പം നമ്മളെ കൂടെ കുടിക്കോ. ഇതൊന്നും ഞാൻ ഓർഡർ ചെയ്തല്ല, ഇച്ച ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചയുടെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇതിന് കണ്ടപ്പോൾ ആദ്യം വിചാരിച്ച മൊബൈൽ ഹോൾഡർ ആണെന്നാണ്. കാരണം നമ്മളെ ബൈക്കിലൊക്കെ വെക്കണ അങ്ങനത്തെ ഒരു ഹോൾഡർ ആണെന്നാണ് വിചാരിച്ചത്. പിന്നെ 2-3 സ്ക്രൂ ഒക്കെ കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിട്ട് ഇച്ച വന്നപ്പോഴാണ് ഞാനത് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇച്ച ഇതൊക്കെ ഫിറ്റൊക്കെ ചെയ്ത് കാണിച്ചു തന്നെങ്കിൽ. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ചെസ്റ്റ് മൗണ്ടർ ആണ്. ഇതിന് ബെൽറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ ചെസ്റ്റിൽ ഈ ബെൽറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് മൊബൈൽ ഹോൾഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് ബൈക്കിലൊക്കെ പോകുമ്പോൾ നമുക്കതേപോലെ ക്യാമറയിൽ വീഡിയോ കാര്യങ്ങളങ്ങനെ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കുക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ചെസ്റ്റ് മൗണ്ടറായിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. സെക്കൻഡ് ഐറ്റം എനിക്ക് വളരെ ഉപകാരപ്പെട്ടതാണ്. എനിക്ക് വെച്ചാകും. കാരണം നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ബാഗൊക്കെ നമുക്ക് മഴയത്തായാലും പിന്നെ അതുപോലെ തന്നെ മഴയില്ലാത്ത വേനൽക്കാലത്ത് പോയാലും പൊടിയൊക്കെ വരുമ്പോൾ ബാഗിന് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു കവറാണ് വന്നിട്ടുള്ളത്. ഇത് ഞങ്ങൾക്ക് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ രണ്ടുപേരും ബൈക്കിലാണ് കൂടുതലും ട്രിപ്പ് പോവുക. മൂന്നാമതായിട്ട് ഓർഡർ ചെയ്ത ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് കിച്ചണിക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കത്തിയുടെ ഒരു സെറ്റാണ് കേട്ടോ. നമ്മളിവിടെ കത്തി ഇല്ലാണ്ടല്ല, പക്ഷെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം തോന്നി. വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്കതൊക്കെ കാണിക്കുന്നതല്ലേ നമ്മൾ കിച്ചണിൽ പെരുമാറുന്നത്. അപ്പോൾ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം തോന്നി അങ്ങനെ ഒരു സെറ്റായിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം പ്രിൻറ്റഡ് ഐറ്റംസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി കാട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇച്ചാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇച്ച ബ്ലാക്ക് കളറായിട്ടാണ് ചൂസ് ചെയ്തത്. ഇച്ച ഓൾറെഡി പറഞ്ഞ എന്നോട് പൂക്കി സ്റ്റൈൽ വേണ്ട, നമുക്ക് എല്ലാതും ഇങ്ങനെ നല്ല ഒരു കളറിൽ അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബ്ലാക്ക് തന്നെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. അത് ഓൾറെഡി കവർ ചെയ്തിട്ടൊക്കെ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ യൂസ് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ കവർ ചെയ്തിട്ട് നമുക്ക് എടുത്ത് വെക്കാം. എന്തായാലും സംഭവം അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. 3 കത്തികളാണ് വന്നിട്ടുള്ളത്. ഇത് എല്ലാ വീട്ടിലും ആവശ്യമുള്ളതുകൊണ്ട് ഇത് എന്തായാലും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. നിങ്ങളും ഇതുപോലെ തന്നെ വാങ്ങിക്കോട്ടോ, കത്തി വേണ്ടവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഇച്ച വന്നപ്പോൾ ഞാൻ ഈ 3ഉം ഇച്ചക്ക് കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഇച്ചാക്കും 3 ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിച്ച ഈ പിടിച്ചിരിക്കുന്നത് നമുക്ക് ചിക്കന്, മട്ടൻ, ബീഫ് അതൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാനുള്ളതാണത്. പിന്നെ ചെറുത് നമുക്ക് തോലൊക്കെ കളയാം. പിച്ച എന്തായാലും അതൊക്കെ നോക്കി അതിൻ്റെ മൂർച്ചയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മൂർച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഇഷ്ടപ്പെട്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ഓർഡർ ചെയ്തോളൂ. ഇതിപ്പോൾ ഞങ്ങൾ മീഷോയിലാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മീഷോ നമുക്ക് എങ്ങനെയാണ് കിട്ടണതെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമുക്കൊന്ന് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഓർഡർ ചെയ്തത്. അപ്പോൾ എന്തായാലും സെറ്റാണ് ഐറ്റം. ഇനി നമുക്ക് 2 ഐറ്റംസും കൂടിയും ബാക്കിയുണ്ട്. ഇത് 2 ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ് ആ ബാഗിൻ്റെ കവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യമാണ് ബാഗിൻ്റെ റോപ്പ്. കാരണം നമുക്ക് ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് ബാക്ക് പെയിനൊക്കെ വരും ഇങ്ങനെ ബാഗ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ. അതിന് പകരം ഈ ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് ആ ബാഗ് ഇങ്ങനെ ബാക്കിലിങ്ങനെ റോപ്പ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതും ഈ ട്രിപ്പിൽ നമുക്ക് പോകുമ്പോൾ യൂസ്ഫുള്ളായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളതിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എപ്പോഴും വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആ ഒരു ക്വാളിറ്റി അനുസരിച്ച് കിട്ടിയില്ല. പക്ഷേ ഇതെന്തായാലും കിട്ടിയത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ഞങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് വീഡിയോക്ക് ആവശ്യമുള്ളതായിട്ട് തന്നെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. നമ്മൾ കുക്കൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോയിലൊക്കെ ഇനി അത് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ എന്തായാലും അത് ഓൾറെഡി ഒന്ന് ഇട്ട് നോക്കി. അപ്പോൾ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പാക്കേജിൽ ഒരു 20 എണ്ണമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ കിച്ചൺ യൂസിനൊക്കെ ഇത് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാനിതൊക്കെ യൂസ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഏതെങ്കിലും ലിങ്കൊക്കെ വേണ്ടവർ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ ലിങ്കൊക്കെ അയച്ചു തരാം കേട്ടോ. ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.